Hey, this is our Vietnam vlog. ഞങ്ങളെ ട്രിപ്പ് വന്നിട്ട് 7 ഡേയ്സ് ആയിരുന്നു. 4 ഡേയ്സ് ഇൻ ഹനോയ് ആൻഡ് 3 ഡേയ്സ് ഇൻ ഡനാങ്. ഓൾമോസ്റ്റ് ഞങ്ങൾ നോർത്ത് ആൻഡ് സെൻട്രൽ വിയറ്റ്നാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് സാപ്പ മിസ്സായിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ പ്ലേസും ഓൾമോസ്റ്റ് ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഹൈദരാബാദിൽ നിന്ന് 4 hours ഉള്ളൂ വിയറ്റ്നാത്തിലേക്ക്. ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. മാർച്ച് 4th നൈറ്റായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ വിയറ്റ്നാം ഏർലി മോർണിംഗ് എത്തി. പക്ഷേ സ്ലീപ്പൊന്നും പ്രോപ്പർ അല്ലാത്തതിനെ കൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ എയർപോർട്ടിൽ തന്നെ കിടന്നുറങ്ങി. ഫസ്റ്റ് 3 days ഞങ്ങൾ ഹെനോയിലായിരുന്നു സ്റ്റേ ചെയ്തത്. ഹെനോയിലുള്ള ഫ്രഞ്ച് ക്വാർട്ടർ സൈഡിലായിരുന്നു. അതിനെക്കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളും ലൈക്ക് സിറ്റിയിലുള്ള സ്ഥലങ്ങളൊക്കെ വാക്കബിൾ ഡിസ്റ്റൻസ് ആയിരുന്നു. ഞങ്ങൾ Airbnb ആണ് ബുക്ക് ചെയ്തത്. ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് ആദ്യം തന്നെ പോയത്. ബാൻമി 25 എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. ബാൻമി ഇസ് ലൈക്ക് എ ബ്രെഡിൻ്റെ ഉള്ളിൽ ചിക്കൻ, കുക്കുംബേഴ്സ്, മിൻറ്റ്, കൊറിയാണ്ടർ ഇതെല്ലാം കൂടി ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡിഷാണ്. ഇത് കഴിക്കാനാണ് ഞങ്ങൾ ആദ്യം പോയത്. പിന്നെ അവിടുത്തെ അവക്കാഡോ സ്മൂത്തി ഭയങ്കര ടേസ്റ്റാണ്. നല്ല കട്ടിയായിട്ട് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ദിസ് ഈസ് ഹോം കിം ലേക്ക്. ഓൾഡ് ക്വാർട്ടേഴ്സിൽ ഉള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ലേക്കാണ്. ആൻഡ് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ലൈക്ക് വൺ സൈഡിൽ ഫുൾ ആ ഒരു സിറ്റിയുടെ ബ്യൂട്ടിയും അറ്റ് ദ സെയിം ടൈം അതർ പാർട്ട് ഇസ് ഫുൾ ഓഫ് ഗ്രീനറി. അവിടുത്തെ ബേർഡ്സിൻ്റെ സൗണ്ടും എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അവിടെ ഇരിക്കാനും ഒക്കെ ഒരുപാട് സ്ഥലമുണ്ട്. ഇതാണ് ഞങ്ങളുടെ Airbnb. പുറത്തുനിന്ന് കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും റൂം ഭയങ്കര അടിപൊളിയായിരുന്നു. ഈവൻ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു ഹോട്ട് ടബ് ഉണ്ടായിരുന്നു. ലൈക്ക് ഞങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ദ റൂം ഇസ് പ്രിറ്റി ഗുഡ്. എല്ലാം അടിപൊളിയായിരുന്നു. ആൻഡ് ഈവൻ ഞങ്ങൾക്ക് മൂവി കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രൊജക്ടർ വരെ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ നൈറ്റ് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ്. ഇത് അവിടെ അടുത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. മോം റെസ്റ്റോറൻറ്റ് അങ്ങനെ എന്തായിരുന്നു അതിൻ്റെ പേര്. അവിടുത്തെ ഒരു ഫേമസ് ഡിഷാണ് ഫോ. അതായിരുന്നു ഞാൻ ട്രൈ ചെയ്തത്. നമിതേട്ടൻ ലൈക്ക് റൈസ് വിത്ത് ഹണി ചിക്കൻ സംതിങ്. ഫുഡ് നല്ല അടിപൊളിയായിരുന്നു. ഈ ഫോ ഇസ് മെയ്ഡപ്പ് വിത്ത് നമ്മുടെ റൈസ് പൗഡർ എന്തോ സ്റ്റീം ചെയ്തിട്ടുള്ള നൂഡിൽസ് പോലുള്ള ഒരു സാധനമാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് റൗണ്ട്, ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ള നൂഡിൽസ്. ആഫ്റ്റർ ഡിന്നർ ഞങ്ങൾ Airbnb തിരിച്ച് പോകുമ്പോഴാണ് ഫ്രഞ്ച് ക്വാർട്ടേഴ്സിൻ്റെ ഒരു ഗ്രൗണ്ടിൽ ഈ ഒരു സംഭവം കണ്ടത്. ലൈക്ക് അവിടെ കുറേ വിമൻ ലൈക്ക് അവർ വർക്കൗട്ട് ചെയ്യുകയാണ് പാട്ടൊക്കെ വെച്ചിട്ട്. നല്ല വൈബായിരുന്നു. ആൻഡ് നമുക്ക് അവിടെ പോയിട്ട് വെറുതെ പോയിട്ട് അവരുടെ കൂടെ ഡാൻസിന് ജോയിൻ ചെയ്യാം. ആൻഡ് ഞാനും കുറച്ച് നേരം അവരെ കൂടെ പോയിട്ട് ഈ വർക്കൗട്ടൊക്കെ ചെയ്തു. ലൈക്ക് റാൻഡമായിട്ട് ആൾക്കാർ വരുന്നു, കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യുന്നു, ദെൻ ദേ വിൽ ഗോ. അങ്ങനെ ഒരു സെറ്റപ്പ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് സൈഡിൽ ഒരാൾ കുംഫു സംതിങ് എന്തോ കാര്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഞാനും കുറേ നേരം അത് നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന ആ ഒരു ഫേമസ് സ്പോട്ട്, ഹനോയ് ട്രെയിൻ സ്ട്രീറ്റ്. ഇത് ലൈക്ക് ഒരുപാട് ക്രൗഡഡ് ആയിരുന്നില്ല ഞങ്ങൾ പോയ ടൈമിൽ. നോർമലി ഇത് ഭയങ്കര ക്രൗഡഡ് ആയിട്ടാണ് ഉണ്ടാവാറ്. ബട്ട് ഞങ്ങൾ ഭയങ്കര ലേറ്റ് നൈറ്റാണ് പോയത്, 10:30 ലാസ്റ്റ് ട്രെയിനിൻ്റെ ടൈം. ആൻഡ് അവിടുന്ന് ഞങ്ങൾ എഗ് കോഫി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എഗ് കോഫി എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമുക്കൊരു ലൈക്ക് അയ്യേ എന്നുള്ളൊരു ഫീല് വരും. ബട്ട് അത് നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് മീൻസ് നമ്മളൊരു കോപ്പിക്കോ മുട്ടായില്ലേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കൊള്ളായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളെ റൂമിലുള്ള ആ ഒരു പ്രൊജക്ടറാണ്. സോ രാത്രി നമിതേട്ടന് വലിയ കാര്യമായിട്ടിരുന്ന ഏതോ ഒരു മലയാളം സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഞാൻ ഈ ഫോണിൽ കളിക്കായിരുന്നു. ദിസ് ഈസ് ദ സെക്കൻഡ് ഡേ ഇൻ ഹനോയ്. സോ ദിസ് ഡേ ഞങ്ങൾ പ്ലാൻ ചെയ്തത് നിൻപിനാണ്. നിൻപിൻ ഞങ്ങൾ പാക്കേജ് എടുത്തിട്ടാണ് പോയത്. സോ അവരുടെ വെഹിക്കിളിലാണ് ഞങ്ങൾ നിൻപിനിലേക്ക് പോയത്. ഓൾമോസ്റ്റ് 1.5-2 hours ട്രാവൽ ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ ടൂർ ഗൈഡ് തുവോങ്. ആൾ നല്ല കമ്പനി ആയിരുന്നു. നിൻപിനിലേക്ക് പോകുന്ന ആ ഒരു റോഡ് ഫുൾ ഓഫ് ഗ്രീൻ. ലൈക്ക് അവിടുത്തെ പാഡി ഫീൽഡാണ് ഇതെല്ലാം കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് സ്പോട്ട് ഹൊയാലുവിലെത്തി. ആൻഡ് ഇവിടെയാണ് മുവ കേവ്സ് ഉള്ളത്. ആൻഡ് അവിടെ ഹൈക്കിംഗ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 500 steps സംതിങ്, ഐ ഡോണ്ട് റിമെമ്പർ ആക്ച്വലി. ആ ഒരു മൗണ്ടെയിൻ നമ്മൾ ഹൈക്ക് ചെയ്ത് പോകണം. ആൻഡ് ഇറ്റ് വാസ് പ്രിറ്റി ലൈക്ക് അതിൻ്റെ മേലുള്ള വ്യൂ നമുക്കിങ്ങനെ
ഒരു വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവുന്ന ആ ഒരു ഇതല്ല, ജസ്റ്റ് അവിടെ പോയി തന്നെ നമ്മൾ വിസിറ്റ് ചെയ്യണം. ഇത് അവിടേക്ക് പോകുന്ന ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു സെറ്റപ്പാണ്. ലൈക്ക് അതിൻ്റെ ബോട്ട് സൈഡ് അവരെന്തൊക്കെയോ വെച്ച് നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു. ലൈക്ക് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആ ഒരു പ്ലേസിൻ്റെ ബ്യൂട്ടി. ദിസ് ഈസ് ദാറ്റ് മൗണ്ടെയിൻ ഹാങ് മൂവ. 500 സ്റ്റെപ്സാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഏറ്റവും മേലെ ഒരു അടിപൊളി സ്പോട്ടുണ്ട്. പക്ഷെ അതിൻ്റെ മേലെ എത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അഡ്വെഞ്ചറസ് ആണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് അതിൻ്റെ പീക്ക് വരെ എത്തി. ബട്ട് ഭയങ്കര ഡേഞ്ചറസ് ആണ് അതിൻ്റെ പീക്കിലേക്ക് കയറാൻ. സോ ഞങ്ങൾ അത്ര അങ്ങോട്ട് റിസ്ക് എടുത്തില്ല. ഇഫ് യു ഗൈസ് ഗെറ്റിംഗ് എ ചാൻസ് ടു വിസിറ്റ് ദിസ് പ്ലേസ്, എന്തായാലും ചെയ്യണം. ലൈക്ക് സ്റ്റെപ്സ് കണ്ടിട്ട് കയറാതിരിക്കരുത്. ഭയങ്കര ടയേർഡാവും. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമ്മൾ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് കണ്ടല്ലോ. ആക്ച്വലി അന്നത്തെ ലഞ്ച് ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അവരായിരുന്നു ഞങ്ങൾക്ക് ഈ ഒരു ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്തത്. ആ പാക്കേജിൻ്റെ പേര് കോസി വിയറ്റ്നാം എന്നാണ്. അവർ വളരെ നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ടായിരുന്നു അവരുടെ ആ ഒരു പാക്കേജ് ഉണ്ടായിരുന്നത്. ആഫ്റ്റർ ലഞ്ച് ഞങ്ങൾക്ക് സൈക്കിൾ ഓട്ടാനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് സൈക്കിൾ ഓട്ടുന്നത്. ഞങ്ങൾ രണ്ടാളും നല്ലോണം എൻജോയ് ചെയ്തു. റോട്ടിലാണ് ഞങ്ങൾ സൈക്ലിംഗ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ വൺ സൈഡ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആ ഒരു ലൈക്ക് നിൻപിൻ്റെ ബ്യൂട്ടി, ദാറ്റ് വില്ലേജ് ബ്യൂട്ടി മുഴുവനും ആസ്വദിച്ചിട്ടാണ് ഈ ഒരു സൈക്ലിംഗ് ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ഉണ്ടായിരുന്നു ഈ സൈക്ലിംഗ്. ഞങ്ങൾ സൈക്ലിംഗ് ചെയ്തിട്ട് വന്ന ആ ഒരു സ്പോട്ടിൻ്റെ പേര് ഹുവാലു ക്യാപിറ്റൽ സിറ്റിയിലേക്കാണ്. ആൻഡ് ആ ഒരു പ്ലേസ് ഈസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ. ഓൾമോസ്റ്റ് ഐ തിങ്ക് ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ഉണ്ടായിരുന്നു. ആൻഡ് ദിസ് പ്ലേസ് അവർ പറയുന്നത് അവരുടെ കിങ്ങിൻ്റെ ലൈക്ക് ഞങ്ങൾ ടൂർ ഗൈഡ് ഇതിൻ്റെ ഒരു എൻറ്റയർ സ്റ്റോറി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു പ്ലേസ് ദേ ബിൽഡ് ഫോർ ദ മെമ്മറി ഓഫ് ദെയർ കിങ്. ലൈക്ക് അതാ ഒരു ടെമ്പിളാണ്. ദിസ് ഈസ് ദ സെക്കൻഡ് സ്പോട്ട് ഇൻ നിൻപിൻ. ഇതിൻ്റെ പേര് ട്രാങ്ങാൻ എന്നാണ്. ആൻഡ് ഇവിടെ ഞങ്ങൾക്കൊരു ഓൾമോസ്റ്റ് 2 hours ബോട്ടിംഗ് ഉണ്ടായിരുന്നു. ട്രാനാങ് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഇത് സറൗണ്ടഡ് ബൈ ലൈക്ക് ലൈംസ്റ്റോൺ മൗണ്ടെയ്ൻസ് ആണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. ഓൾമോസ്റ്റ് 2.5 hours ഞങ്ങൾ ഈ ഒരു പ്ലേസിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ലൈക്ക് ഈ ഒരു കേവിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കാണുന്ന ഈ ഒരു വ്യൂ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. രാത്രി പിന്നെ ഞങ്ങൾ സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഫ്രഞ്ച് കൊളോണിയൽ പീരീഡിൽ ബിൽഡ് ചെയ്ത ഒരു കത്തീഡ്രലാണ്. ലൈക്ക് 1886 ആ ഒരു പീരീഡിൽ ഉണ്ടാക്കിയതാണ്. പിന്നെ വീണ്ടും ഞങ്ങൾ ബാൻമിയിൽ വന്നു. ആക്ച്വലി ഞങ്ങൾക്ക് ബാൻമി നല്ല ഇഷ്ടപ്പെട്ടു. സോ ഞങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് ബാൻമി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓൾമോസ്റ്റ് നല്ല തിരക്കാണ് കേട്ടോ. ഇത് അവിടുത്തെ സൺഡേ മാർക്കറ്റാണ്. സൺഡേ മാത്രം അവരവിടെ സ്ട്രീറ്റിലിട്ടിട്ട് സാധനങ്ങൾ ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. ആൻഡ് കുറച്ച് റഷാണ്, ബട്ട് ലൈക്ക് രസമായിരുന്നു. നമ്മളിങ്ങനെ നന്നായി ബാർഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ പ്രൊഡക്ട്സ് മേടിക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളെ മെയിൻ ഉദ്ദേശം സ്ഥലങ്ങൾ കാണുക. ഷോപ്പിംഗ് വളരെ കുറവായിരുന്നു. പിന്നെ ഇത് അവിടെയുള്ള നൈറ്റ് പബ് സ്ട്രീറ്റ് ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് പോവുമായിരുന്നു. ഇതായിരുന്നു പബ് സ്ട്രീറ്റ്. അവിടെ ഭയങ്കര റഷായിരുന്നു. മീൻസ് ഓൾമോസ്റ്റ് നല്ല ബിയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ മാത്രം സ്പെഷ്യൽ ബിയർ ഹെനോയ് അങ്ങനെ കുറേ ബിയേഴ്സ് ഉണ്ടായിരുന്നു. സൊവനിയർ മാതിരി ബിയർ ക്യാപ്പൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഫോർ മെമ്മറീസ്. ഇത് 3rd ഡേ ആണ്. 3rd ഡേ ഞങ്ങൾ വിസിറ്റ് ചെയ്തത് ഹാലോങ് ബേയിലുള്ള ക്രൂസായിരുന്നു. 1 day ഫുൾ ക്രൂസിൽ സ്റ്റേ ചെയ്യുന്നത്. ഇത് ഞങ്ങൾ പാക്കേജ് എടുത്തിട്ടാണ് പോയത്. ഞങ്ങൾ ഈ പാക്കേജസ് എല്ലാം എടുക്കുന്നത് ക്ലൂക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴിയാണ്. ലൈക്ക് ദിസ് ടൈം ഞങ്ങൾ മാത്രമാണ് പോകുന്നത്. ലൈക്ക് ഞങ്ങൾക്ക് അങ്ങനെ ലൈക്ക് ലാസ്റ്റ് ടൈം മലേഷ്യ പോകുമ്പോൾ ഞങ്ങൾ പാക്കേജ് എടുത്തിട്ടായിരുന്നു പോയിരുന്നത്. ബട്ട് ദിസ് ടൈം എല്ലാം ഞങ്ങൾ തന്നെ ചെയ്തിട്ട് അവിടെ നിന്നാണ് ഇങ്ങനെ പോകുന്ന ലൊക്കേഷൻ്റെ ലൈക്ക് പാക്കേജ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമായിരുന്നു. ലൈക്ക് വിയറ്റ്നാം എത്തിയിട്ടാണ് ഞങ്ങൾ പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫൈനലി ഞങ്ങൾ ക്രൂസിൻ്റെ സ്പോട്ടിലെത്തി. അവിടെ ഒരുപാട് ക്രൂസ് ഉണ്ടായിരുന്നു. നമുക്ക് ക്രൂസ് 2 ടൈപ്പിൽ ചൂസ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ഫുൾ ഡേ അല്ലെങ്കിൽ ഫുൾ നൈറ്റ്.
ഞങ്ങൾ ചൂസ് ചെയ്തത് ഫുൾ ഡേ ആയിരുന്നു. സോ അതിൽ ലഞ്ചും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഞങ്ങളൊരു 11 o'clock ആ ഒരു ടൈമിൽ അവിടെ എത്തി. ഇവിടെ കുറേ ഇങ്ങനെ ലൈം സ്റ്റോണിനെ കൊണ്ടുള്ള മൗണ്ടെയ്ൻസ് ആണ്. മൗണ്ടെയ്ൻസ് മാത്രമല്ല ഐലൻഡ്സും ഉണ്ട്. ലൈക്ക് ഞങ്ങൾ ഓൾമോസ്റ്റ് 2 ഐലൻഡ്സ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയ സ്ഥലത്ത് ലൈക്ക് അതൊരു കേവാണ്. നമ്മളിങ്ങനെ എന്താണ് സങ്സോട്ട് കേവ് എന്ന് പറയുന്ന ഒരു കേവ്. അവിടെ ലൈക്ക് സർപ്രൈസിങ് കേവ് എന്നും ഇതിനെ പറയും. ഇവിടെ നമ്മൾ ഹൈക്ക് ചെയ്ത് മേലെ പോകണം. മേലെ പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഹാലോങ് ബേൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ കിട്ടും. ഓൾമോസ്റ്റ് കുറേ പോകാനുണ്ട് കേട്ടോ. നമ്മൾ കുറേ കയറണം. ദെൻ അവിടെ ഈ ഒരു മൗണ്ടെയിൻ ഈ ഒരു കേവിൻ്റെ ഉള്ളിൽ ഫുൾ ലൈം സ്റ്റോണിൻ്റെ ഹാങ്ങിങ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ബട്ട് ദ വ്യൂ വാസ് സോ ബ്യൂട്ടിഫുൾ. അതിൻ്റെ ഉള്ളിൽ കുറേ നടക്കാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ടേക്ക് വന്നു. പിന്നെ ഞങ്ങൾ സെക്കൻഡ് സ്പോട്ട് ലൈക്ക് ബോട്ടിംഗ് ആയിരുന്നു. ലൈക്ക് നമ്മൾ ഇതെല്ലാം പോകുന്നത് ഈ ക്രൂസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. നമ്മൾ ഓരോ സ്പോട്ട് കൊണ്ടുപോകും. ഇത് പിന്നെ തേർഡ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു, ടിപ്പ് ടോപ്പ് ഐലൻഡ്. ഇവിടെ നമ്മുടെ ഒരു ബീച്ച് ലൈക്ക് ആ ഒരു സെറ്റപ്പാണ്. ഇത് ആ ബീച്ചിൽ തന്നെയുള്ളൊരു വേറൊരു സൈഡായിരുന്നു. അവിടെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ്. ഈ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ തന്നെ നിന്നു. ക്രൂസിൽ ഒരു ഈവനിങ് പാർട്ടി ഉണ്ടായിരുന്നു, ലൈക്ക് സൺസെറ്റ് പാർട്ടി. സോ ഞങ്ങൾ അതൊക്കെ എൻജോയ് ചെയ്തു. ആഫ്റ്റർ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി. ഞങ്ങളൊരു ഏർലി 8:30 ഒക്കെ ആകുമ്പോൾ തിരിച്ച് ഞങ്ങൾ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ ആ ഒരു സ്ട്രീറ്റ് വീണ്ടും എക്സ്പ്ലോർ ചെയ്യാൻ പോയി. ബിക്കോസ് നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഡനാങ്ങിലേക്ക് പോവാണ്. ഡനാങ്ങിലേക്ക് ഹനോയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ നമുക്ക് ബസ് ത്രൂവും പോകാൻ പറ്റും. ഓൾമോസ്റ്റ് 8-7 hours ഉണ്ട്. ദിസ് ഈസ് നെക്സ്റ്റ് ഡേ. ഞങ്ങൾ ഏർലി മോർണിംഗ് തന്നെ ഡനാങ്ങിലെത്തി. ഒട്ടും റഷ് ഇല്ലാത്തൊരു എയർപോർട്ട്. എനിക്ക് തോന്നുന്നു വീക്ക് ഡേയ്സ് ആയതിനെ കൊണ്ടായിരിക്കും അത്ര റഷ് ഉണ്ടാവാതിരുന്നത്. ഇവിടെ ഞങ്ങളൊരു ഹോട്ടലാണ് ബുക്ക് ചെയ്തത് മേക്ക് മൈ ട്രിപ്പ് ആപ്പ് വഴി. എനിക്ക് തോന്നുന്നു നിങ്ങൾ പാക്കേജ് എടുത്ത് പോകുന്നതിനേക്കാളും ബെറ്റർ നിങ്ങൾ തന്നെ ചൂസ് ചെയ്തിട്ട് ലൈക്ക് നമുക്ക് തന്നെ ഓപ്ഷൻസ് ഉണ്ടാവും ഹോട്ടൽസൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതൊരു ജസ്റ്റ് ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു. പിന്നെ നമ്മൾ ഹോട്ടൽ ചൂസ് ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയത് നോക്കുക. ബിക്കോസ് ഡനാങ്ങിലൊക്കെ ഫുഡ് കുറച്ച് പാടാണ്. നമുക്ക് ഹനോയിലുണ്ടായ അത്ര ഓപ്ഷൻസ് ഡനാങ്ങിൽ എനിക്ക് ഫുഡിന് കണ്ടില്ല. ലൈക്ക് ബീച്ച് സൈഡിലുണ്ടാവും. ഞങ്ങൾ കുറച്ച് നിയർ ടു ബീച്ച് ആയിരുന്നു. ബട്ട് ഒരുപാട് കഫേ റെസ്റ്റോറൻറ്റ്സ് അത്ര ഓപ്ഷൻസ് ഉണ്ടായില്ല. ഈ കഫേയിലാണ് ഞങ്ങൾ ബ്രഞ്ച് കഴിക്കാൻ വേണ്ടി പോയത്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കഫേയാണ്. അവിടെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. എക്സ്പെഷ്യലി ഇത് സൺഫ്ലവർ മാത്രമല്ല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു ആംബിയൻസും നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ഹോട്ടലിലെ ടോപ്പ് ഫ്ലോറിലുള്ള പൂളിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോയി. ടോപ്പിലുള്ള വ്യൂ അടിപൊളിയാണ്. ലൈക്ക് ആ ഡനാങ്ങിൻ്റെ വ്യൂ മുഴുവൻ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു. ലൈക്ക് സണ്ണിയാണ്, പക്ഷേ ദ വ്യൂ വാസ് സോ ഗുഡ്. പിന്നെ ഒരു ഉച്ച ടൈമായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല. ഞങ്ങൾ ഭയങ്കര ടയേർഡായിരുന്നു. സോ ഞങ്ങൾ ലൈക്ക് ആ ഒരു ഡേ കംപ്ലീറ്റ്ലി ഞങ്ങൾ റെസ്റ്റ് എടുക്കുമായിരുന്നു. പ്രോപ്പർ റെസ്റ്റ് ആയിരുന്നു. ദെൻ നൈറ്റാണ് പിന്നെ ഞങ്ങൾ ആ ഡനാങ്ങിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയത്. ഇവിടെ ഇരുന്ന് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. നല്ല രസമായിരുന്നു ഇവിടുത്തെ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. ദിസ് ഇസ് നെക്സ്റ്റ് ഡേ മോർണിംഗ്. ഞങ്ങൾ ഹോട്ടലിൽ തന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഡനാങ് ബീച്ചിലേക്ക് പോയി. ഡനാങ് ബീച്ച് ശരിക്കും ഞങ്ങൾ ഹോട്ടലിൻ്റെ അടുത്താണ്, പക്ഷെ കുറച്ച് നടന്നു പോകാനുണ്ട്. നല്ല മഴക്കാറുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മഴയും പെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് കുടയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കുറേ മഴ കൊണ്ടിട്ടുണ്ട്. പക്ഷേ അടിപൊളി ആംബിയൻസ് ആയിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ ആ പഗോഡ ലേഡി ബുദ്ധയുടെ പഗോഡയുടെ അടുത്തേക്ക് പോകുമായിരുന്നു. ആക്ച്വലി നമുക്കത് ബീച്ചിലിരുന്ന് കാണാൻ പറ്റും, പക്ഷേ കുറച്ച് ദൂരമുണ്ട്. ഇതാണ് ആ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഞങ്ങൾ ഗ്രാബ് എടുത്തിട്ടാണ് ഈ സ്ഥലത്തേക്ക് വന്നത്. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, മീൻസ് പഗോഡ എല്ലാം കൂടി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഇവിടുത്തെ ആ ഒരു വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് ഇന്ത്യൻസ് ഇവിടെ ഭയങ്കര കുറവായിരുന്നു. ഐ ഡോണ്ട് നോ വൈ എങ്ങനെ ആൾക്കാർ വന്നില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ കണ്ട എല്ലാവരും ഫോറിനേഴ്സ് ആയിരുന്നു. പിന്നെ ഇതാണ് ആ ബ്യൂട്ടിഫുൾ ലേഡി ബുദ്ധ. നല്ല അവിടുത്തെ ഒരു ആംബിയൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ഇതായിരുന്നു അവിടുത്തെ ടെമ്പിൾ. ഇവിടെ ഒരുപാട് ടെമ്പിൾസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇതാണ് അവിടുത്തെ ഒരു വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ടെമ്പിൾ. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഹൊയാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമായിരുന്നു. ഞങ്ങൾ ഗ്രാബ് യൂസ് ചെയ്തിട്ടാണ് അവിടെ എത്തിയത്. ഇത്
ഹൊയാനിലുള്ള സ്ട്രീറ്റാണ്. ഹൊയാനിലുള്ള സ്ട്രീറ്റ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ലൈക്ക് നമ്മുടെ ഒരു പോണ്ടിച്ചേരി ആ ഒരു സെറ്റപ്പ് സ്ഥലമായിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ ബാൻമി കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു കഫേയിൽ കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയത്. ഇങ്ങനെയാണ് അവർ ബാൻമി ഉണ്ടാക്കുന്നത്. ലൈക്ക് ഞങ്ങൾ ചിക്കൻ ബാൻമി ആയിരുന്നു ട്രൈ ചെയ്തത്. പിന്നെ ബീഫും അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാൻമീസ് ഉണ്ടായിരുന്നു. ഇത് ഹൊയാനിലുള്ള ആ ഒരു നൈറ്റ് വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അവിടെ ഒരുപാട് നമ്മുടെ എന്താണ് ലാൻറ്റേൺസിൻ്റെ ബോട്ടുകളൊക്കെ ഉണ്ട്. ഇത് അവിടുത്തെ സ്ട്രീറ്റാണ്. ഞങ്ങൾ ആ ഒരു ലാൻറ്റേണിൻ്റെ ബോട്ടിംഗ് നടക്കുന്ന ലേക്ക് കാണാൻ വേണ്ടി പോകുന്ന ആ ഒരു സ്ട്രീറ്റാണ്. ഇവിടുത്തെ നൈറ്റ് വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതാണ് ആ ലേക്ക്. ഇവിടെ ഒരുപാട് ബോട്ടിംഗ് ഉണ്ടായിരുന്നു. ഈ ലാൻറ്റേൺസ് ഒക്കെ കത്തിച്ച് ബോട്ടിംഗ് ചെയ്യും. പിന്നെ അവിടെ എന്താണ് അവിടുത്തെ ഒരു പ്രത്യേകത, ലൈക്ക് നമുക്ക് ഈ ലാൻറ്റേൺസ് കത്തിച്ചിട്ട് ഈ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് വിടാം. എന്തോ ബിഹൈൻഡ് സ്റ്റോറിയൊക്കെ ഉണ്ട് അതിന്. ഇത് പിന്നെ നെക്സ്റ്റ് ഡേ ബാന ഹിൽസിലേക്ക് പോകുന്നതാണ്. ഫുൾ ഡേ ഞങ്ങളന്ന് ബാന ഹിൽസിലായിരുന്നു. ഞങ്ങളിതൊരു പാക്കേജ് എടുത്തിട്ടാണ് പോയത്. ലൈക്ക് ക്ലൂക്കിൽ തന്നെ പാക്കേജ് ബുക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് പോയത്. അവരുടെ വെഹിക്കിൾ രാവിലെ ഞങ്ങൾ പിക്ക് ചെയ്യാൻ ഹോട്ടലിൻ്റെ അടുത്ത് വന്നു. ഈ സ്ഥലത്തിൻ്റെ ആക്ച്വൽ നെയിം സൺ വേൾഡ് എന്നാണ്. പക്ഷേ ബാന ഹിൽസിലാണ് ഇത് ഉള്ളത്. ഇത് ഓൾമോസ്റ്റ് ഒരുപാട് ഏക്കേഴ്സ് ഓഫ് മൗണ്ടെയ്ൻസോ സംതിങ് ഐ ഡോണ്ട് നോ. ലൈക്ക് അങ്ങനെയുള്ള സ്ഥലത്ത് ഇവരൊരു ഫാൻറ്റസി വേൾഡ് കുറേ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കേബിൾ കാർ യൂസ് ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ പീക്ക് മൗണ്ടെയ്നിൽ എത്തുന്നത്. പിന്നെ ആ കേബിൾ കാറിൽ തന്നെ നമ്മൾ എവിടേക്കാണ് പോകേണ്ടതെന്നുള്ള ഒരു ലൈക്ക് ഒരു മാപ്പൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ കാര്യമായിട്ട് അത് നോക്കുകയാണ്. ഓരോ ഡെസ്റ്റിനേഷൻ എവിടെയാണ്, മീൻസ് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇതേമാതിരി കേബിൾ കാർ എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അവിടെ എത്തിയപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. ലൈക്ക് മൈനസ് അല്ല 3 ഡിഗ്രി സംതിങ് ആയിരുന്നു. നല്ല തണുപ്പ്, ഒരു സാധനം കാണുന്നുണ്ടായില്ല. ഈ സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. നമ്മൾ ഈ ഒരു ഫാൻറ്റസി വേൾഡിലുള്ളൊക്കെ പോലെ നല്ല ഭംഗിയായിട്ട് ഈ ഫ്രഞ്ച് കോളനീസൊക്കെ ആയിട്ട് അവിടുത്തെ ബിൽഡിങ്ങൊക്കെ നല്ല ഭംഗിയുള്ള പണ്ടത്തെ ലൈക്ക് ഫ്രഞ്ച് ടൈപ്പ് ഓഫ് ബിൽഡിങ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സും ഫ്ലവേഴ്സ്. അവിടെ ആ ടൈമിൽ ഒരു തുലിപ്പിൻ്റെ ഒരു എക്സിബിഷൻ അല്ല, തുലിപ്പ് ഗാർഡൻ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് അതെന്തോ അതിൻ്റെ ഒരു സീസൺ ആയിരുന്നു ആ ടൈമിൽ. ഇത് അവിടെ തന്നെ ഉണ്ടായ ഒരു ചർച്ചാണ്. അതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയുള്ളൊരു മീൻസ് നല്ല സൈലൻ്റ് ആക്കിയിട്ട് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു തുലിപ്പ് ഗാർഡൻ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് തുലിപ്സ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഫോഗ് കാരണം ഒന്നും കാണാനുണ്ടായില്ല. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. ലൈക്ക് ഈ നമ്മളൊരു ഇമാജിനറി വേൾഡിൽ ഉള്ള പോലത്തെ എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ കണ്ടു. കുറേ ഇങ്ങനെ നടന്നു പോകാനുണ്ട്. ഞങ്ങൾ ഒരു പോയിൻ്റ് എത്തിയപ്പോൾ എങ്ങനെ തിരിച്ചിറങ്ങണം എന്ന് പോലും മനസ്സിലായില്ല. ലൈക്ക് നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ മാപ്പൊക്കെ നോക്കി എങ്ങനെയൊക്കെയോ അവിടെ എത്തി. ഇവിടെ നമുക്കൊരു ടൈം പറഞ്ഞിട്ടുണ്ടാവും. അന്ന് ഞങ്ങൾ 5:30 സംതിങ് ആയിരുന്നു. തിരിച്ച് ഞങ്ങൾ കേബിൾ കാർ എടുത്തിട്ട് താഴോട്ട് പോവാം. ശരിക്കും 1 ഡേൻ്റെ ഉള്ളിൽ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല. പക്ഷേ ഞങ്ങളെങ്ങനെയൊക്കെയോ കുറേ സ്ഥലങ്ങൾ മിസ്സായി. പക്ഷെ എന്നാലും കണ്ട സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബിയർ പ്ലാസ, അവർ ബ്രൂവറിയുടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടുത്തെ ബിയറൊക്കെ നല്ല അടിപൊളിയാണ്. ഇത് അവിടെയുള്ള ഒരു ഫേമസ് സ്പോട്ടായിട്ടുള്ള ഗോൾഡൻ ബ്രിഡ്ജ്. ഭാഗ്യത്തിന് ഞങ്ങളുടെ കയ്യിൽ റെയിൻ കോട്ട് ഉള്ളതിനെ കൊണ്ട് നന്നായി, അല്ലെങ്കിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമായിരുന്നു. നല്ല കാറ്റും നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അവിടെയുള്ള ഓരോ സ്ഥലങ്ങൾ അവർ എന്ത് ഭംഗിയായിട്ടാണ് വെച്ചെന്നറിയോ, പ്ലാന്റ്സും പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ഇതും അടിപൊളിയായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ ആരും ഉണ്ടായില്ല. ഞങ്ങൾ ഒറ്റയ്ക്കായിപ്പോയി. ലൈക്ക് ആരും ഉണ്ടായില്ല. ഞങ്ങളവിടെ പെട്ടുപോയി എന്നൊക്കെ പറയാം. പിന്നെ എങ്ങനെയൊക്കെയോ അവസാനം ഞങ്ങൾ തിരിച്ചെത്തിയത്. ഈ ഒരു ലൊക്കേഷനിൽ ആരും ഉണ്ടായില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ആൾക്കാർ വന്നത്. പിന്നെ ഇവിടുന്ന് എങ്ങനെ ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങണം എന്ന് ആർക്കും വലിയ ഐഡിയ ഉണ്ടായില്ല. എന്നിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് വന്ന സ്ഥലത്തൂടെ പോവായിരുന്നു.
അങ്ങനെ ഞങ്ങൾ ബാന ഹിൽസിൻ്റെ ട്രിപ്പ് കഴിഞ്ഞു. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ തിരിച്ച് ഹെനോയിലേക്ക് ഫ്ലൈറ്റ് എടുത്ത് പോവാണ്. ബിക്കോസ് ഞങ്ങൾക്ക് ഹൈദരാബാദിലേക്കുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് ഹെനോയിൽ നിന്നായിരുന്നു. സോ വൺ ഡേ ഞങ്ങൾ ഹെനോയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ആക്ച്വലി ഈ ട്രിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ശരിക്കും ഇത് ഞങ്ങളുടെ 4th വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോകേണ്ടതായിരുന്നു. പക്ഷേ ആ ടൈമിൽ ഞാൻ ബാംഗ്ലൂർ പഠിക്കുകയായതുകൊണ്ട് ലൈക്ക് എൻ്റെ സ്റ്റഡീസ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പെട്ടെന്നുള്ള ട്രിപ്പായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് നേരത്തെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. കുറച്ച് പൈസയൊക്കെ കുറഞ്ഞ് കിട്ടും. പിന്നെ ഇപ്പോഴത്തെ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലൈറ്റ് ചാർജൊക്കെ കൂടി നിൽക്കുന്നതിനെ കൊണ്ട് ലൈക്ക് ചാർജ് ഞങ്ങൾ പോയതിനേക്കാളും ചാർജ് കൂടിയിട്ടുണ്ട്. പിന്നെ ആ ട്രിപ്പ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നാമത് ഈ ഒരു പാക്കേജ് ഒന്നും എടുക്കാതെ പോയത് കൊണ്ട് മീൻസ് ഞങ്ങളൊരു ഫ്ലെക്സിബിൾ ടൈമിങ്ങിലായിരുന്നു ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തത്. ഞങ്ങൾ തന്നെയായിരുന്നു ഐറ്റിനറിയൊക്കെ ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ഇതൊരു പെട്ടെന്നുള്ള ഒരു ട്രിപ്പായതുകൊണ്ട് ഒരുപാട് അങ്ങ് പ്ലാൻ ചെയ്തില്ല. പക്ഷെ ഞങ്ങളൊരു ഇതിലങ്ങ് പോവുമായിരുന്നു. പിന്നെ ഇത് ഹെനോയ് ഞങ്ങൾ ലൈക്ക് ഡനാങ്ങിൽ നിന്ന് ഹെനോയിലെത്തി. പിന്നെ ഒരു 1 ഡേ ഫുൾ ഞങ്ങൾ ഹെനോയിലുണ്ടായിരുന്നു. ബിക്കോസ് ഞങ്ങൾ ഫ്ലൈറ്റ് ബാക്ക് ടു ഇന്ത്യ ഈവനിങ് ആയിരുന്നു. സോ ഞങ്ങൾ ഒന്നുകൂടി ഹെനോയ് സ്ട്രീറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ഞങ്ങളിത് കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ തന്നെ ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണ്, ഇതൊക്കെ ഞങ്ങളുടെ മെമ്മറീസാണ്. ലൈക്ക് നിങ്ങൾ ഇതൊക്കെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.